ഹലോ നമസ്കാരം, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നൊരു മത്തൻ വെച്ചിട്ടുള്ളൊരു പറാത്തയായിട്ട് ഉണ്ടാക്കുന്നത്. ഒരു സിമ്പിൾ റെസിപ്പിയാണ്, നമുക്ക് തുടങ്ങാം. ഈ ഇത്രയൊരു വലുപ്പത്തിലുള്ളൊരു മത്തനാട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. അത് ക്ലീൻ ചെയ്ത് നമ്മൾ നുറുക്കിയെടുക്കുക. എന്നിട്ട് കുക്കറിൽ നിന്ന് വേവിച്ചെടുക്കുക. ഒരു 2-3 വിസിൽ മതി കേട്ടോ, അപ്പോഴേക്ക് നന്നായി വേവ് ചെയ്ത്. വെന്ത മത്തൻ നമുക്ക് ജാറിൽ നിന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് പറാത്തയ്ക്ക് കുഴയ്ക്കാം. അതിൽ 2 കപ്പ് ആട്ട, അതിലേക്ക് ഈ മത്തൻ അരച്ചത് ആഡ് ചെയ്യാം. ഇനി അതിലേക്ക് നമുക്ക് മസാലകളൊക്കെ ഇടാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ കസ്തൂരി മേത്തിയും കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത്. ഇനി നമുക്കത് പരത്തിയെടുക്കാം. ഒന്ന് പരത്തിയിട്ട് അതിലേക്ക് നമുക്ക് നെയ്യ് പരത്തി കൊടുക്കാം. നെയ്യ് പരത്തി കഴിഞ്ഞ് നമുക്കത് മടക്കിയെടുക്കാം. ഈ മടക്കിയെടുത്തിട്ടാണ് നമ്മൾ ഇത് ഇനി പരത്തുന്നത്. അപ്പോൾ നമുക്കതിൽ ലെയർ ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് കേട്ടോ. മടക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഒന്നും കൂടി പരത്തിയെടുക്കാം. നമുക്ക് ആവശ്യത്തിന് വേണ്ട വലുപ്പത്തിൽ അത് പരത്തിയെടുക്കുക. ആവശ്യത്തിന് വലുപ്പമായി കഴിഞ്ഞാൽ നമുക്ക് ചുട്ടെടുക്കാം. സാധാരണ ചപ്പാത്തി ചുടുന്ന പോലെ തന്നെയാണ് ചുട്ടെടുക്കേണ്ടത്. ചട്ടകം വെച്ച് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലെയേഴ്സൊക്കെ നന്നായി ഫോം ചെയ്യും. ഇതോടെ നമ്മുടെ പറാത്ത റെഡിയാണ്. ഇതിന് സൈഡ് ഡിഷ് ഒന്നും വേണ്ട, നല്ല ഹെൽത്തിയാണ്. നമുക്ക് ടിഫിൻ ബോക്സിക്കോ അതോ ഡിന്നറിനോ ആയിട്ട് നമുക്കിത് കഴിക്കാൻ പറ്റും. നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കി നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യൂ.